നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 2 വ്യാഴം 2025 വാർത്തകളിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ഒറ്റഘട്ടമായി തന്നെ 2 ടൗൺഷിപ്പുകളായി പുനരധിവസിപ്പിക്കാൻ സർക്കാർ തീരുമാനം. ടൗൺഷിപ്പിന്റെ രൂപരേഖ സർക്കാർ പുറത്തുവിട്ടു. കോട്ടപ്പടി വില്ലയിലെ നെടുമ്പാല എസ്റ്റേറ്റിലെ 58.5 ഹെക്ടർ ഭൂമിയിലും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 48.96 ഹെക്ടർ ഭൂമിയിലുമാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി നിലവിൽ വരിക. നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെന്റ് സ്ഥലത്തും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റ് സ്ഥലത്തും 1000 ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. സ്കൂൾ, ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, വാണിജ്യ കെട്ടിടങ്ങൾ, അംഗൻവാടി, മൃഗാശുപത്രി, മാർക്കറ്റ്, സ്പോർട്സ് ക്ലബ്ബ്, ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് പദ്ധതി. കിഫ്കോണിന്റെ മേൽനോട്ടത്തിലാണ് ഈരങ്ങളിനായി ഇരിക്കും നിർമ്മാണ ചുമതല. 750 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് സഹായ സന്നദ്ധയുമായി 38 സ്പോൺസർമാരുമുണ്ട്. കേന്ദ്ര സഹായം വീണ്ടും അഭ്യർത്ഥിക്കുമെന്നും വയനാട് ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം വീണ്ടും കേന്ദ്ര സർക്കാർ മുന്നിൽ ഉന്നയിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെയും വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കും. വീടിരിക്കുന്ന ഭൂമിയുടെ പൂർണ്ണ അവകാശം ഗുണഭോക്താക്കൾക്കായിരിക്കും. പക്ഷേ കൈമാറ്റത്തിന് ചെറിയ നിബന്ധന ഉണ്ടാവും. ജനുവരി 25 ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കും. അതേസമയം ടൗൺഷിപ്പുകളിൽ വീട് ആവശ്യമില്ലാത്തവർക്ക് പുറത്ത് വീട് വെച്ച് താമസിക്കാൻ 15 ലക്ഷം രൂപ നൽകും. ഇതേ തുക തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കും നൽകുക. വയനാട് പുനരധിവാസത്തിന് 50-ൽ-അധികം വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായി ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സഹായം സ്വീകരിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനും പ്രത്യേക വെബ് പോർട്ടൽ അടക്കമുള്ള സൗകര്യങ്ങളാണ് സർക്കാർ സജ്ജമാക്കുന്നത്. പണം ഒന്നിനും തടസ്സമല്ലെന്നും പുനരധിവാസം സർക്കാർ നൽകുന്ന ഉറപ്പാണെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. വയനാട് ദുരന്ത പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ വില നിർണ്ണയ സർവേ 5 ദിവസത്തിനകം പൂർത്തീകരിക്കും. 10 ടീമുകളായി തിരിഞ്ഞാണ് സർവേ പുരോഗമിക്കുന്നത്. പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷമുള്ള സ്ഥലമാണ് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുക. പുനരധിവാസ പ്രവൃത്തിക്കായി ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ വൈകിയത് കേരളത്തിന്റെ അവസരം നഷ്ടപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ അംഗീകരിച്ചിരുന്നെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും അധിക സഹായം ലഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു ചുമതലയേൽക്കും. രാജ്ഭവനിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്നലെ വൈകിട്ടെത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്നു സ്വീകരിച്ചു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ഒപ്പം ഭാര്യ അനഘ ആർലേക്കറും ഉണ്ടായിരുന്നു. അതേസമയം രാജ്ഭവനിലേക്ക് 2 വാഹനങ്ങൾ വാങ്ങാൻ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരുന്നു. ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും ഇത്തരക്കാരെക്കുറിച്ച് വിവരം അറിയിച്ചാൽ ഇനി മുതൽ പാരിതോഷം നൽകുമെന്നും തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2,500 രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കും. ഫോട്ടോയോ വീഡിയോ പൊതുജനങ്ങൾക്ക് 9444000800 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള ആവണം ഇത് അയക്കേണ്ടത്. അതിനായി ക്യാമറ നിരീക്ഷണവും മറ്റ് പരിശ്രമങ്ങളും കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വലിച്ചെറിയൽ വിരുദ്ധാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വേല വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. കേന്ദ്ര വിജ്ഞാപന പ്രകാരം ADM വേലയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. തൃശൂർ ചാവക്കാട് പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പോലീസ് തടഞ്ഞ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ. കേരളത്തിൽ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വാക്ക് വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണെന്നും എന്നാൽ പിണറായിയുടെ സനാതന പരാമർശത്തിൽ മുഖ്യമന്ത്രിയോട് വിയോജിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. മൃദംഗ വിഷനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണമെന്ന് പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ. എല്ലാ പണമിടപാടും ബാങ്ക് വഴി തന്നെ നടന്നതെന്നും 3.5 കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളതെന്നും അതിൽ 3.10 കോടി രൂപ ചെലവായെന്നും നികേഷ് കുമാർ വ്യക്തമാക്കി. 390 രൂപയുടെ സാരി 1,600 രൂപയ്ക്ക് നൽകിയിട്ടില്ലെന്നും 2,900 രൂപയാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരാളിൽ നിന്ന് വാങ്ങിയതെന്നും അതിലാണ് സാരി നൽകിയതെന്നും 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രധാന പ്രതിയും മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്ററുമായ നികോഷ് കുമാർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. നികേഷ് കുമാർ ഹാജരായാൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനം. ഉമാ തോമസിന് പരിക്കേറ്റ കേസിൽ മാത്രമല്ല സാമ്പത്തിക ചൂഷണം നടത്തുന്ന കേസിലും പിടിവീഴും. ഹാജരായില്ലെങ്കിൽ കണ്ടെത്തി പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു.
ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമ തോമസ് MLAക്ക് പരിക്ക് പറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയ്ക്കെതിരെയാണ് നടപടി. വീഴ്ചയിൽ അന്വേഷണത്തിന് സെക്രട്ടറിക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ ഇപ്പോൾ തലപൊക്കിയിട്ടുണ്ടെന്നും പണത്തോടുള്ള ആർത്തി മൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമാണിതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. കണ്ണൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൊറുക്കുള സ്വദേശിനിയുമായ നേതിയ S രാജേഷാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 18 കുട്ടികൾക്ക് പരിക്കേറ്റ് ബസ് ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂരിലെ വളക്കയിൽ സ്കൂൾ ബസ് ഇറക്കത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിഞ്ഞ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിക്കുകയും 18 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി ബസ് ഓടിച്ച ഡ്രൈവർ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നും വളവിൽ വെച്ച് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായെന്നാണ് നിസാം നൽകിയ മൊഴി. ഡ്രൈവർ നിസാം പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രി ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. 712.96 കോടി രൂപയുടെ മദ്യമാണ് ചൊവ്വാഴ്ച വരെ വിറ്റത്. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രി ഹോസ്പിറ്റൽ സംവിധാനം പ്രാവർത്തികമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് മിഷന്റെ സേവനങ്ങൾ എറണാകുളം സർക്കാർ ആയുർവേദ ആശുപത്രിയിലും ഇനി ലഭ്യമാകും. കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ മൈക്രോസെറ്റ് രൂപീകരിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കേരളത്തിൽ സ്കിൻ ബാങ്ക് വരുന്നു. ആദ്യത്തെ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1 മാസം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബസ് ജീവനക്കാരിൽ ക്രിമിനലും ഗുണ്ടകളും ഉണ്ടെന്ന് ഇത്തരക്കാരെ വെച്ചുപറപ്പിക്കാനില്ലെന്നും കേരളത്തിൽ ഡ്രൈവിംഗിൽ തീരെ അച്ചടക്കമില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണെന്നും തനിയെ ലൈസൻസ് റദ്ദാവുന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ 30 വയസ്സുള്ള യുവാവിനെ 14കാരൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് FIRന്റെ പകർപ്പ് പുറത്ത്. പ്രായപൂർത്തിയാകാത്ത 2 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 14കാരൻ ലിവിനെ ആക്രമിച്ചതെന്നും FIRലുണ്ട്. അതേസമയം സഹപാഠിക്ക് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയതിന്റെയും ലഹരി ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും പേരിൽ ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞപ്പോൾ തിരിച്ചു പറയാത്തതിന് തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിന് കുത്തേറ്റു. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. ക്രിമിനൽ കേസിൽ പ്രതിയായ ഷാഫിയാണ് കുത്തിയത്. സുഹൈബ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ദേഹത്ത് 24 തവണയോളം കുത്തേറ്റിട്ടുണ്ട്. പുതുവർഷ ആഘോഷത്തിനെന്ന വ്യാജേന വിദ്യാർത്ഥിനിയെ ഫോർട്ട് കൊച്ചി കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റ്. പേഴാക്കപ്പള്ളി പ്ലാക്കുഴിക്കുടിയിൽ അഷ്കറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്ത്. ഇയാൾക്കെതിരെ നേരത്തെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കേസുകൾ ഉണ്ട്. ഡിസംബർ 30 മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്രികരുടെ എണ്ണം 1,30,00,000 കടന്നു. ഡിസംബർ മാസത്തിൽ മാത്രം യാത്ര ചെയ്ത പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വൻ വർധന നേടി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയ കാലാവസ്ഥാ വിഭാഗം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് സാധാരണത്തേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.